ബിഹേവിയർ സയൻസ്, പെരുമാറ്റശാസ്ത്രത്തെ സംബന്ധിച്ചാണ് എനിക്ക് വിഷയം അവതരിപ്പിക്കാനുള്ളത്. ഇവിടെ പറയപ്പെട്ട പല ആളുകളുടെയും, ഹിറ്റ്ലർ പോലുള്ള ആളുകളുടെ ബിഹേവിയറലായിട്ടുള്ള ആ അവസ്ഥ ഉണ്ടായതിന് കാരണം അവരുടെ മാതാപിതാക്കളുടെ സ്വാധീനം ആണ് എന്ന് പലപ്പോഴും അത് പഠനം നടത്തുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഖുർആൻ അതിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ അതിലേക്ക് സൂചനയുണ്ട്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര ഫഅബവാഹു യുഹവ്വിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനിഹി എന്ന് പറയുന്ന ഹദീസിൽ കമാ തുലദുൽ ബഹീമത്തു ബഹീമത്തൻ ജംആ അൽ തുഹിസ്സൂന ഫിഹി ജദ്ആ എന്ന് പറയുന്ന ഹദീസിൽ ഈ ആശയമാണ് ജൂദായിസവും ക്രൈസ്തവതയും അതുപോലെ തന്നെ മജൂസി അഗ്നി ആരാധനയും അന്നുണ്ടായിരുന്ന ചില സംവിധാനങ്ങളെക്കുറിച്ച് പറഞ്ഞു എന്നതിനപ്പുറം ഉള്ള കാലാകാലങ്ങളിൽ വരുന്ന എല്ലാ ഇസത്തിൻ്റെയും സൃഷ്ടിക്ക് ഒരു നിമിത്തം മാതാപിതാക്കളാണെന്ന് പറഞ്ഞ നബിയുടെ ഹദീസിൽ വലിയ പാഠമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കിടക്കുകയാണ്. പെരുമാറ്റശാസ്ത്രം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് അധ്യാപകരായ ആളുകളിൽ റഷ്യക്കാരനായ പാവ്ലോവിൻ്റെ പട്ടിപ്പരീക്ഷണവും അമേരിക്കക്കാരനായ സ്കിന്നറുടെ എലിയിൽ ഉണ്ടാകുന്ന പരീക്ഷണവും പിന്നെ പല മഹാന്മാരും നടത്തിയ, ശാസ്ത്രജ്ഞരും നടത്തിയ പൂച്ച പരീക്ഷണം, അങ്ങനെ പലതരം പരീക്ഷണങ്ങളിലൊക്കെയാണ് നമ്മുടെ മനസ്സ് പോവുക. എന്നാൽ ഇത്തരം ശാസ്ത്രശാഖകളൊക്കെ പിൽക്കാലത്ത് തിരുത്തപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ഇസ്ലാമിൽ ഈ സ്കിന്നറുടെയും പാവ്ലോവിൻ്റെയും ഒക്കെ കാലത്തിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം 900 വർഷങ്ങൾക്ക് മുമ്പ് ബിഹേവിയറൽ സയൻസ് എന്ന് ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഈ പെരുമാറ്റശാസ്ത്രത്തെയും ചേഷ്ട ശാസ്ത്രത്തെയും വ്യവഹാരശാസ്ത്രം, സ്വഭാവശാസ്ത്രം പോലുള്ള ശാസ്ത്രമേഖലകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വിശാലമായ കാഴ്ചപ്പാടിൽ ഇൽമുൽ മുആമലാത്ത് എന്ന് ആദ്യമായി ഈ മേഖലയ്ക്ക് തുടക്കം കുറിച്ചത് ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? മറ്റാരുമല്ല, ഏകദേശം 900 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന അബൂ ഹാമിദുൽ ഗസാലിയാണ് തൻ്റെ ഗ്രന്ഥത്തിൽ ഇൽമുൽ മുആമലാത്ത് എന്ന് ആദ്യമായിട്ട് പറഞ്ഞായിട്ട് നമുക്ക് ചരിത്രം പരിശോധിക്കുമ്പോൾ കാണാൻ കഴിഞ്ഞു. അന്നത്തെ ഇൽമുൽ മുആമലാത്തിൽ നിന്ന് കാലം പോയപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഇൽമുൽ മുആമലാത്ത് എന്ന് പറയുന്ന ഒരു പെരുമാറ്റശാസ്ത്രത്തിനപ്പുറം പെരുമാറ്റത്തെ എങ്ങനെ മാറ്റാം എന്നതിൽ ഊന്നി നിന്നുകൊണ്ടാണ് ഇസ്ലാം അതിൻ്റെ അധ്യാപനങ്ങളുടെ, ഖുർആനിക അധ്യാപനങ്ങളിലൂടെയും ഹദീസിലൂടെയൊക്കെ മുന്നോട്ട് വെച്ചത്. പെരുമാറ്റശാസ്ത്രത്തിനപ്പുറം അത് ജസ്റ്റ് പറഞ്ഞു പോയിട്ട് അതിനപ്പുറം എങ്ങനെയാണ് ഈ പെരുമാറ്റത്തെ മാറ്റം സാധ്യമാക്കിയത് എന്നതിനാണ് ഞാൻ ഊന്നൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. വളരെ കുറഞ്ഞ സമയമുള്ള ഒരു ബൃഹത്തായ വിഷയമാണ്. എന്നാലും ചില കാര്യങ്ങൾ ഞാൻ സൂചന നൽകിക്കൊണ്ട് സ്കിപ്പ് ചെയ്ത് ഈ സമയത്തിനുള്ളിൽ തീർക്കാനുള്ള ശ്രമം നടത്താം. പെരുമാറ്റം ഏറ്റവും മെച്ചപ്പെടുത്തുന്നത് ആര് എന്ന് പരീക്ഷിക്കുവാൻ എന്നാണ് നമ്മൾ പറയില്ല, ശരിക്കും പരിശോധിക്കുവാൻ എന്ന് പറയണം കുറച്ചുകൂടി നല്ലത്. പരീക്ഷ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു പരീക്ഷ പേടി, എക്സാമോഫോബിയ കിടക്കുന്നതുകൊണ്ട് ഒരു നെഗറ്റീവ് അർത്ഥം.
പരീക്ഷണം എന്ന് പറഞ്ഞാലും പരീക്ഷ എന്ന് പറഞ്ഞാൽ അഗ്നി പരീക്ഷ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു പരീക്ഷയുടെ ഒരു കാഴ്ചപ്പാടിലാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ പരിശോധന എന്ന് പരിഭാഷപ്പെടുത്തിയത്. അയ്യുക്കും അഹ്സനു അമല എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് വാനഭുവനങ്ങളെയും ഈ ഭൂമിയിൽ മനുഷ്യനെയൊക്കെ സൃഷ്ടിച്ച് ജന്മവും ജീവിതവും മരണമൊക്കെ സംവിധാനിച്ചതെന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഇതിൻ്റെ സ്ലൈഡുകൾ ഇൻഷാ അല്ലാഹ് KJUവിൻ്റെ ഗ്രൂപ്പുകളിൽ പിന്നീട് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. ഈ കാര്യം പറയുന്ന ആയത്തുകൾ പൂർണ്ണമായിട്ട് ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ അഹ്സനു അമല എന്ന് പറയുന്നുണ്ട്. അക്സറു അമല എന്നോ അക്ബറു അമല എന്നുമല്ല, ക്വാണ്ടിറ്റി അല്ല. പലപ്പോഴും നമ്മൾ ഈ അനുഷ്ഠാന തീവ്രതാവാദം വരുമ്പോൾ ക്വാണ്ടിറ്റിക്ക് പ്രാധാന്യം കൊടുക്കുന്നു. പക്ഷേ ഇസ്ലാം മുൻഗണന നൽകുന്നത് ക്വാണ്ടിറ്റിയേക്കാളും ക്വാളിറ്റിക്കാണ്. ആ ക്വാളിറ്റിയാണ് ശരിക്കും ഇഹ്സാൻ എന്നതുകൊണ്ട് ആ ആ ടെർമിനോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഹദീസിൽ പറയുന്നത് അൻ താബുദല്ലാഹ എന്ന് പറഞ്ഞ ഹദീസ് നമുക്ക് പരിചയമാണ്. മറ്റൊരു റിവായത്തിൽ അൻ താമല ലില്ലാഹി എന്നൊരു ഭേദഗതിയോടുകൂടി കാണാൻ കഴിയും. അപ്പോൾ അള്ളാഹുവിനെ ആരാധിക്കുക എന്നുള്ളതിൻ്റെ സ്ഥാനത്ത് അള്ളാഹുവിനോട് എങ്ങനെ പെരുമാറുന്നു, വ്യവഹരിക്കുന്നു, അമല് ചെയ്യുന്നു എന്ന ഒരു ആശയം, അങ്ങനെ മെച്ചപ്പെട്ട രൂപത്തിൽ അമല് ചെയ്യുന്ന ഒരു കാഴ്ചപ്പാടാണ് ഇഹ്സാൻ എന്ന് പറയുന്നത്. ഇഹ്സാനെ സംബന്ധിച്ച് പറയുമ്പോൾ സാധാരണ ഈ ട്രെയിനിങ് ഇതിൽ ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗമുണ്ട്, ഷാർപ്പൻ യുവർ സോഡ്. ട്രെയിനിങ്ങിൽ ഉപയോഗിക്കുന്ന ഒരു മുദ്രാവാക്യമാണ്, നിങ്ങളുടെ വാളിന് മൂർച്ച കൂട്ടുക എന്ന് പറയുന്ന ആധുനിക ട്രെയിനിങ് മേഖലയിൽ വർക്ക്ഷോപ്പുകളിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. ഇത് വന്നത് എവിടെ നിന്നാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഹദീസിലൊരു പദപ്രയോഗമാണ്, ലി യുഹിദ്ദ അഹദുക്കും ഷഫ്രത്തഹു എന്ന് പറയുന്ന പദപ്രയോഗത്തിൽ നിന്നാണ് ഈ പദം വന്നത്. കാരണം എല്ലാ കാര്യത്തിലും ഇഹ്സാൻ എന്ന് പറഞ്ഞ സംഭവം പടച്ചോൻ വിധിച്ചിരിക്കുന്നു, നിയമവിധേയമാക്കിയിരിക്കുന്നു. അത് വേണം. കൊല ചെയ്യുമ്പോൾ, അനുവദിക്കപ്പെട്ടതിനെ കൊല ചെയ്യുമ്പോൾ, അറുത്തുമുറിച്ച് ഭക്ഷണമാക്കുമ്പോൾ ഒക്കെ പോലും ഈ പെർഫെക്റ്റായിട്ട് ഏറ്റവും മികവ് പുലർത്തിക്കൊണ്ട് മെച്ചപ്പെട്ട രീതിയിൽ അത് ചെയ്യണം എന്ന്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ വാള് മൂർച്ച കൂട്ടുക, അറവ് വാളിനെ മൂർച്ച കൂട്ടുക എന്നതിൽ നിന്നാണ് ഷാർപ്പൻ യുവർ സോഡ് എന്നുള്ള പദപ്രയോഗം വന്നിട്ടുള്ളത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സകലം ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന എല്ലായിടത്തും നോക്കിയാൽ അതിൽ ഒരു ഇഹ്സാൻ മയം നമുക്ക് കാണാൻ കഴിയും. വ അഹ്സിൻ കമ അഹ്സനല്ലാഹു ഇലൈക്ക്, നിങ്ങളോട് ഇഹ്സാൻ ചെയ്തതുപോലെ നിങ്ങളും ഇഹ്സാൻ ചെയ്യണം എന്ന് നിർദ്ദേശിക്കുന്നു ഖുർആൻ. സൃഷ്ടിച്ച മനുഷ്യനെ സൃഷ്ടിച്ചതിലും, അതേപോലെ തന്നെ ഗ്രന്ഥം അവതരിപ്പിച്ചതിലും, അതേപോലെ തന്നെ പ്രതിഫലം സംവിധാനിച്ചതിലും ഒക്കെ ഈ പറയുന്ന ഇഹ്സാൻ പടച്ചോൻ കാണിച്ചു എന്ന് സൂചിപ്പിക്കുന്ന ആയത്തുകളാണ് ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ സകലതും ഇഹ്സാൻ മയമാണ് പടച്ചോൻ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമ്മളോട് പറയുന്നു അഹ്സിനു ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ. ഈ ഇഹ്സാൻ അനുസരിച്ച് പ്രവർത്തിക്കുന്നവർക്ക് നിങ്ങൾ മികവ് പുലർത്തുവിൻ, മികവ് പുലർത്തുന്നവരെയാണ് അള്ളാഹു ഇഷ്ടപ്പെടുക എന്ന് അള്ളാഹു പറയുന്നു. ആ മികവ് പുലർത്തേണ്ട ചില രംഗങ്ങൾ ഖുർആൻ ഉദ്ധരിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കുക. ഒരു അഭിവാദ്യം ഇങ്ങോട്ട് പറഞ്ഞാൽ ആ അഭിവാദ്യത്തിനേക്കാളും മെച്ചപ്പെട്ട രൂപത്തിലുള്ള പ്രത്യഭിവാദം ചെയ്യുക. യത്തീമിൻ്റെ ധനത്തോട് ഇഹ്സാനോടുകൂടി പ്രവർത്തിക്കുക. കുറേ വാക്കുകൾ ഇങ്ങനെ കേൾക്കണം, അല്ലെ പ്രഭാഷണം കേൾക്കണം, അതിൽ നിന്ന് ഏറ്റവും മെച്ചപ്പെട്ടത് സ്വീകരിക്കുക, അതിൻ്റെ പുറകെ പോവുക എന്ന് തുടങ്ങി ജിദാൽ തർക്ക വിതർക്കങ്ങളിലേക്ക് കിടക്കുമ്പോൾ അവിടെയും ഇഹ്സാൻ കാത്തു സൂക്ഷിക്കണം എന്നടങ്ങുന്ന ഖുർആനിക നിർദ്ദേശങ്ങൾ, ഏതാനും നിർദ്ദേശങ്ങളാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പടച്ചോൻ എല്ലാ രംഗത്തും ഇഹ്സാൻ വെച്ചിരിക്കുന്നു, നമ്മളും
ഇഹ്സാനോട് കൂടിയാണ് എല്ലാത്തിനോടും സമീപിക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞു ഇഹ്സാൻ എന്താണെന്ന് പറഞ്ഞു. ആ ഇഹ്സാനോടുകൂടി തന്നെ നമ്മൾ നമ്മുടെ പെരുമാറ്റം ചിട്ടപ്പെടുത്തണം എന്നതാണ് ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിച്ചത്. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കാം, ചെകുത്താൻ അല്ലെ ഷെയ്ത്താൻ പിശാചാണ് ഈ ഇഹ്സാൻ നമ്മളിൽ നിന്ന് നശിപ്പിക്കുന്ന അന്തകൻ എന്ന് സൂചിപ്പിക്കുന്ന 2 ആയത്തുകളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇദ്ഫഉ ബില്ലത്തി ഹിയ അഹ്സനു സയ്യ എന്ന് പറയുന്ന ആയത്തിലും വലാ തസ്തവിൽ ഹസനത്തു വലസയ്യ ഇദ്ഫഉ ബില്ലത്തി ഹിയ അഹ്സൻ. കണ്ടോ, പ്രതിരോധം ഏറ്റവും ഇഹ്സാനോടുകൂടിയായി പറയണം എന്ന് പറയുന്ന 2 സന്ദർഭത്തിലും ഖുർആൻ ഹമസാത്തു ഷെയ്ത്താൻ എന്നതും ഷെയ്ത്താൻ്റെ നസ് ഉണ്ടാകും എന്നും സൂചിപ്പിക്കുന്നു. അപ്പോൾ ഈ പിശാചിനെ നമുക്ക് മാറ്റി നിർത്താൻ കഴിയണം. പെരുമാറ്റ മേഖലയിൽ ഇഹ്സാൻ പുലർത്തണം എന്ന ഒരു ആശയം നമുക്ക് ഇതിൽ നിന്ന് പിടിച്ചെടുക്കാൻ കഴിയണം. അതുപോലെ ഇല്ലല്ലദീന സ്വബറു എന്ന് പറയുന്ന വാക്ക് ഇവിടെ റെഡിൽ കൊടുത്തിട്ടുണ്ട്. സ്വബർ അത് പിന്നീട് വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ഇനി നമ്മുടെ പെരുമാറ്റം എങ്ങനെയാണ്? മനുഷ്യനെ സംബന്ധിച്ച് സൃഷ്ടിച്ചപ്പോൾ ഖലീഫയാക്കി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഖലീഫ എന്ന് പറഞ്ഞാൽ പ്രതിനിധി, അള്ളാഹുവിൻ്റെ പ്രതിനിധി എന്നാണ് പലപ്പോഴും അതിന് ട്രാൻസ്ലേഷൻ കൊടുത്തത്. അങ്ങനെ ഒരു അർത്ഥം അതിനില്ല. പിൻഗാമി, പിൻതലമുറക്കാരൻ എന്നാണ്. അതിന് പല താല്പര്യങ്ങളുണ്ട്. അതിലൊരു താല്പര്യം, ഈ ലോകത്തെല്ലാം സൃഷ്ടിച്ച് വെച്ചതിന് ശേഷം ഏറ്റവും പുറകിൽ വന്ന, ഏറ്റവും ജൂനിയറായിട്ട് വന്ന ഒരു സൃഷ്ടിയാണ് മനുഷ്യൻ. ഈ മനുഷ്യന് വേണ്ടിയാണ് ഖലഖലക്കും മാഫിൽ അർളി ജമീഅ എന്ന് തുടങ്ങിയ ആയത്ത്. വൽ അർള വലാഹാലിൽ അനാം എന്നുള്ള ആയത്തൊക്കെ ഇതിന് സൂചന നൽകുന്നു. ഈ നിലക്ക് ഖലീഫയാക്കിയ, പിൻതലമുറക്കാരനാക്കിയ, വിജ്ഞാനങ്ങൾ ആർജിച്ച് പിൻതലമുറകൾക്ക് കൂടുതൽ ആധിക്യത്തോടുകൂടി അപ്ഡേറ്റോടുകൂടി കൈമാറുന്ന ഒരു വിഭാഗമാക്കി മനുഷ്യനെ സൃഷ്ടിച്ചു എന്നതാണ് അതിൻ്റെ താല്പര്യം. എന്നിട്ട് അതിനെ സംബന്ധിച്ച് പറയുന്നു, ലിനൻദുറ കൈഫ തഅമലൂൻ ഫയൻദുറ കൈഫ തഅമലൂൻ എന്ന് പറഞ്ഞാൽ ഈ അമല്, ഈ പെരുമാറ്റം എങ്ങനെ നിർവഹിക്കുന്നു, എങ്ങനെ മെച്ചപ്പെട്ട രൂപത്തിൽ ഈ പെരുമാറ്റം നിർവഹിക്കുന്നു എന്ന് കണ്ടറിയുക. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. ഇനി മാറ്റം, നമുക്കറിയാം, നമ്മളെപ്പോഴും കേൾക്കാറുള്ളൊരു മാറ്റമാണ്. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം. ഓരോരുത്തരുടെ നിലപാടുകൾ, അവരവരുടെ സ്വന്തം നിലപാടുകൾ മാറ്റാത്തോടത്തോളം കാലം പടച്ചോൻ പോലും മാറ്റില്ല എന്നാണ് ഖുർആൻ പറയുന്നത്. പലപ്പോഴും വിധിവിശ്വാസത്തിൻ്റെ തെറ്റായ ധാരണകൾ നമ്മളെ പിടിച്ചു നിർത്തുന്നു. പൈശാചികമായിട്ട് തെറ്റായ ധാരണകൾ വിധിവിശ്വാസത്തിൽ നമുക്ക് നൽകുന്നു. വിധിവിശ്വാസം നമ്മളിൽ ചില കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് കൊണ്ട് നമുക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയില്ലെന്നാണ്. എന്നാൽ വിധിവിശ്വാസത്തെ സംബന്ധിച്ച് ഒരു ഗുരുവിനോട് ഒരു ചോദ്യം ചോദിച്ചു. ഈ തലവിധിയും തലയിലെഴുത്തും, തലവിധി തലവര എന്ന് പറഞ്ഞ ഒരു ഭാഗത്ത്, തലയിലെഴുത്ത് എന്ന് പറഞ്ഞാൽ ഇത് മറുഭാഗത്തും. തലയിലെഴുത്ത് നമുക്ക് തിരുത്താൻ പറ്റും, തലവിധിയും തലവരയും തിരുത്താൻ കഴിയില്ല. എൻ്റെ കൈ ഇങ്ങനെ മടക്കാൻ കഴിയുന്നത് തലവിധിയാണ്, അങ്ങോട്ടും മടക്കാൻ കഴിയില്ല, അത് തലവിധിയാണ്. തലവരയാണ്, തലവിധിയാണ്. ഇതിനെ സംബന്ധിച്ച് നമ്മൾ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ എൻ്റെ കൈ ഉപയോഗിച്ചിട്ട് ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും റൌഫ് മദനിയെ എനിക്ക് വേണമെങ്കിൽ അടിക്കാം, അടിക്കാതിരിക്കാം. ഇത് തലയിലെഴുത്ത്, അത് എൻ്റെ നിയന്ത്രണത്തിലാണ്. ഞാൻ അടിച്ചിട്ട് പറയുന്നു പടച്ചോനാണ് എന്നെ കൊണ്ടടിച്ചതെന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കില്ല. ഗുരുവിനോടൊരു ചോദ്യം ചോദിച്ചു, ഇത് തമ്മിലൊന്ന് വേർതിരിച്ച് തരാമോ എന്ന് ചോദിച്ചപ്പോൾ ഗുരു പറഞ്ഞു, ശിഷ്യനോട് പറഞ്ഞു, വലത്തേക്കാലം നീ പൊക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ശിഷ്യൻ പൊക്കി, വലത്തേക്കാൽ പൊക്കി. എനിക്ക് പൊക്കാൻ പറ്റില്ല, ഗുരു എന്നൊന്നും പറഞ്ഞില്ല, പൊക്കി. ഇത് തലയിലെഴുത്ത്. എന്നിട്ട് പറഞ്ഞു, ഇടത്തേക്കാലും നീ പൊക്കാൻ പറഞ്ഞു. ശിഷ്യൻ പറഞ്ഞു, ഗുരു എനിക്ക് പൊക്കാൻ കഴിയുന്നില്ല. വലത്തേക്കാൽ പൊക്കി നിൽക്കുന്ന അവസ്ഥയിൽ ഇടത്തേക്കാലം എനിക്ക് പൊക്കാൻ കഴിയുന്നില്ല. ഇതാണ് തലവിധി, തലവര. ഇതിനെ സംബന്ധിച്ച് നമ്മൾ ആലോചിച്ച് തലപിണ്ണാക്കേണ്ട ആവശ്യമില്ല. നമ്മൾ തലപിണ്ണാക്കേണ്ടത്
വലത്തേക്കാൽ പൊക്കലാണ്. ഇതാണ് പെരുമാറ്റശാസ്ത്രം. ഇതാണ് ഇസ്ലാമിൻ്റെ പെരുമാറ്റശാസ്ത്രം. നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ കയ്യിൽ ഉള്ള നർച്ചറിങ് എന്ന് പറയുന്ന, നമ്മൾ ചിന്തിക്കുന്ന നേച്ചർ എന്നെ സംബന്ധിച്ച്, പ്രകൃതിയെ സംബന്ധിച്ചാണ്. ഒരു വിവാഹ പരസ്യം എടുത്ത് നോക്കിയോ. വിവാഹ പരസ്യത്തിൽ നേച്ചറാണ് നമ്മൾ ബാർഗൈൻ ചെയ്യുന്നത്. നർച്ചർ ബാർഗൈൻ ചെയ്യുന്നത് വളരെ കുറച്ച് മാത്രം. 5 അടി ഇത്ര ഇഞ്ച് നേച്ചറാണ്, തലവിധിയാണ്. വെളുത്ത നിറം, കറുത്ത നിറം, ഇരുനിറം, ഇതൊക്കെയും തലവിധിയാണ്. അവസാനം ഉണ്ടാവും എന്ത്? ദീനി നിഷ്ഠയുള്ള എന്ന് പറയാം. അത് നർച്ചറാണ്. ഇത് മാത്രമേ ബാർഗൈൻ ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് തുൻകഹുൽ മർഅത്തുൽ അർബൈൻ ലിമാലിഹ വലി ജമാലിഹ വലി ഹസബിഹ ഫദ്ഫർ ബിദാത്തിദ്ദീൻ. ആദ്യത്തെ 3മല്ല നമ്മൾ ബാർഗൈൻ ചെയ്യേണ്ടത് ഈ മേഖലയിലാണ്. അത് അങ്ങനെ ഒരു മാറ്റം നമുക്ക് ഉണ്ടാവണം. അപ്പോൾ മാറ്റം എന്ന് പറയുന്നത് നമ്മളിൽ നിന്നാണ് ഉണ്ടാവേണ്ടത്. ഇനി പെരുമാറ്റം മെച്ചപ്പെടുത്താൻ ഇസ്ലാമിക വഴികളെ സംബന്ധിച്ച് ചില സൂചനകളാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതിങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് പല ആയത്തുകളും പല ഹദീസുകളൊക്കെ മുമ്പോട്ട് വരും. ഇതൊന്നും ഈ അവതാരം കണ്ടില്ല എന്നൊക്കെ ചിലപ്പോൾ തോന്നിയേക്കും. വളരെ കോമൺ ആയിട്ടുള്ള ചില സംഭവങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ചിലത് മാത്രമാണ് ഞാൻ പറയുന്നത്. ബാക്കിയുള്ള നിങ്ങൾ തന്നെ പൂരിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പെരുമാറ്റം മെച്ചപ്പെടുത്താനുള്ള ഇസ്ലാമിക വഴികളെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാം. 1, ക്രമാനുഗതമായ നിയമങ്ങൾ നടപ്പിലാക്കുക എന്നുള്ള ഇസ്ലാമിൻ്റെ ഒരു ഇസ്ലാമിക തശ്രീഇൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതിൽ സക്സസീവ് അപ്രോക്സിമേഷൻ എന്ന് പറയുന്ന പെരുമാറ്റശാസ്ത്രത്തിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഖുർആന് അന്നേ നടപ്പിലാക്കിയത് നമുക്കറിയാം. അതിൻ്റെ ഒരു പേര് മാത്രമാണ്, ടെർമിനോളജി മാത്രമേ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമുള്ളൂ. ബാക്കി നിങ്ങൾക്കറിയാവുന്നതാണ്. നാല് ഘട്ടങ്ങളായിട്ടാണ് സാധാരണ നമ്മൾ 3 ഘട്ടം എന്നാണ് നമ്മൾ പറയുന്നത്. അതിൻ്റെ കൂടെ ഒരു ഘട്ടവും കൂടി ഞാൻ ആദ്യം ചേർക്കണം. അത് ന്യൂട്രൽ അവെയർനെസ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. മുന്തിരിയിലും ഈത്തപ്പഴത്തിലും അതിൻ്റെ ഫലങ്ങളിൽ എന്തുണ്ട്? അതിൽ നിന്ന് നിങ്ങൾ മധുരം അല്ലെങ്കിൽ സക്കർ, ലഹരി നിങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. റിസ്കൻ ഹസന, ലഹരിയും ഇപ്പുറം നല്ലതുമുണ്ട്, നല്ലതും ചീത്തതും ഉള്ള ഒന്നുണ്ട് എന്നുള്ളൊരു പരാമർശം ഖുർആൻ നടത്തുന്നു. രണ്ടാമത്തെ ഘട്ടത്തിൽ ക്രമാനുഗതമായി ഈ മാറ്റമുണ്ടാക്കുന്ന രണ്ടാമത്തെ ഘട്ടത്തിൽ മോറൽ അവെയർനെസ്സാണ് കൊടുക്കുന്നത്. നിങ്ങൾക്കറിയാം, ആയത്ത് നമ്പറൊക്കെ ഉണ്ട്, അത് വെച്ചിട്ട് നിങ്ങൾ സ്റ്റഡി ചെയ്ത് നോക്കൂ. മോറൽ അവെയർനെസ് എന്നാണ് അതിൻ്റെ സ്റ്റെപ്പ്. മൂന്നാമത്തെ കോണ്ടെക്സ്ച്വൽ റെസ്ട്രിക്ഷനാണ്. ചില സന്ദർഭങ്ങളിൽ ഈ നടപടി പാടില്ല എന്ന് പറയുന്ന പരാമർശം. അടുത്ത ഘട്ടത്തിലേക്ക് വരുമ്പോൾ എന്താണ് ലാസ്റ്റ് ഫഹൽ അൻതും മുൻതഹൂൻ എന്ന് പറയുന്ന ടോട്ടൽ പ്രൊഹിബിഷനിലേക്ക് കിടക്കുകയാണ്. അവിടെയും അമലു ഷൈത്താൻ, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഷൈത്താൻ ഇടക്കിടക്ക് കയറി വരും. ഈ 4 ഘട്ടത്തിലൂടെ പടിപടിയായിട്ട് നിർത്തലാക്കിയ ഇത് പെരുമാറ്റശാസ്ത്രത്തിൽ വളരെ പ്രാധാന്യപൂർവ്വം ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതനുസരിച്ചിട്ട് നമ്മളുടെ കുട്ടികളിലും മറ്റുമൊക്കെയുള്ള ചില നടപടികളെയൊക്കെ പെരുമാറ്റത്തെ ശീലങ്ങളാക്കി മാറ്റുന്ന, നല്ല ശീലങ്ങളാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഈ നടപടികൾ നമുക്ക് എടുക്കാം. ഇതാണ് 1. രണ്ടാമത്തെ, ഇസ്ലാം കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ പലപ്പോഴും ഒരു അനുഷ്ഠാനം എന്നതിനപ്പുറം ഒരു നിർവഹണമായിട്ട് കാണുന്നില്ല. പെരുമാറ്റം മെച്ചപ്പെടുത്താൻ ഇസ്ലാമിൻ്റെ വഴികളിൽപ്പെട്ടാണ് ഇസ്ലാം കാര്യങ്ങൾ. ഷഹാദത്ത് എന്നെ സംബന്ധിച്ച് ഞാൻ പരാമർശിക്കുന്നില്ല. അതിൽപ്പെട്ട ഒന്നാണ് നമസ്കാരം. നമസ്കാരത്തെ സംബന്ധിച്ച് മുനീബീന ഇലൈഹി വത്തഖൂ, നമസ്കാരം പരാമർശിക്കുന്നത് 2 ഇടത്ത് തഖ്വയുമായി ബന്ധപ്പെടുത്തി ഈ പരാമർശം നടത്തുന്നുണ്ട്. നമസ്കാരത്തിലൂടെ നമുക്ക് കിട്ടേണ്ട ഒരു കാര്യം തഖ്വ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയഭക്തി എന്ന് പറഞ്ഞാൽ ഒരു ഭയം ചേർത്തിട്ടുണ്ട്. പക്ഷേ ഈ ഭയം എന്ന് പറഞ്ഞ സാധനം എവിടെ നിന്നാണ് ഇതിൽ വന്നതെന്ന് എനിക്കറിയില്ല. സൂക്ഷ്മത, ജാഗ്രത,
നിയമപാലനം എന്നൊക്കെയുള്ള ഒരു ആശയമാണ് തഖ്വക്കുള്ളത്. അപ്പോൾ ഈ തഖ്വ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നമസ്കാരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എന്നത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ നോക്കൂ, ഇത് നമ്മുടെ നമസ്കാരങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നുണ്ടോ? സുബഹിക്ക് 2 വീലർ എടുത്ത് പള്ളിയിൽ പോകുന്ന ആളുകൾ സ്വയം, നിങ്ങൾ ഞാൻ കൈപൊക്കാനൊന്നും പറയുന്നില്ല, സ്വയം നിങ്ങൾ വിചാരണ നടത്തിക്കോ. സുബഹിക്ക് നിങ്ങൾ പള്ളിയിൽ പോകുമ്പോൾ 2 വീലർ എടുത്ത് ഹെൽമെറ്റ് വെക്കാതെ റോങ് സൈഡിലൂടെ, പള്ളിയുടെ സൈഡിൽ നിന്ന് റോങ് സൈഡാണ്, അപ്പോൾ റോങ് സൈഡിലൂടെ വാഹനം ഓടിച്ച് പോയി പള്ളിയിലെ ആളുകൾ കയറുന്നിടത്ത് തടസ്സപ്പെടുത്തി വാഹനം പാർക്ക് ചെയ്തു. നിങ്ങൾ പള്ളിയിൽ കയറുന്നു. കയറുന്നതിന് മുമ്പ് നല്ല നല്ല ചെരുപ്പുകളുടെയൊക്കെ മുകളിൽ ചെളിയുള്ള കാലുകൊണ്ട് ചവിട്ടി നശിപ്പിച്ചിട്ട് കയറുന്നു. കയറിയിട്ടാണ് നമ്മൾ നമസ്കരിക്കുന്നത്. നമസ്കരിച്ച് വീണ്ടും ഇറങ്ങിയിട്ട് ഈ പറയുന്ന നടപടികൾ വീണ്ടും ചെയ്തുകൊണ്ട് വീട്ടിലേക്ക് എത്തുന്നു. അപ്പോൾ ഇന്ന സ്വലാത്ത് തൻഹ അനിൽ ഫഹ്ശായി വൽ മുൻകർ, ഇതൊക്കെ മുൻകറാണെന്ന് ആരോടെങ്കിലും പറയേണ്ട ആവശ്യമുണ്ടോ? ഇന്ത്യൻ നിയമം ലംഘിക്കൽ മുൻകറാണെന്ന് ആർക്കും പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ഇന്ന് നമസ്കാരം നിർവഹിക്കുന്നവരൊക്കെ ഈ നിയമലംഘനങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ തഖ്വയെ സംബന്ധിച്ച് നമ്മളെ യഥാർത്ഥ ആശയം ധരിപ്പിക്കാതിരിക്കാൻ പിശാചിൻ്റെ ട്രാൻസ്ലേഷനിൽ പോലും മാറ്റിക്കളഞ്ഞു. ഭയഭക്തി, അത് ഭയവും ഭക്തിയുമായിട്ട് ബന്ധപ്പെട്ട ഈ കാളി, കൂളി, കുട്ടിച്ചാത്തൻ, ഭദ്രകാളിയൊക്കെയുള്ള ഒരു ഇന്ത്യൻ കോൺടെക്സ്റ്റിലെ ഒരു പരാമർശമാണ്. നമസ്കാരത്തെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ ഷൈത്താൻ ഇന്ന സ്വലാത്ത് തൻഹ അനിൽ ഫഹ്ശായി വൽ മുൻകർ എന്ന് പറയുന്നു. നമസ്കാരം കൊണ്ട് ഇതുണ്ടാവണം. അള്ളാഹു ഫഹ്ശാ കൽപ്പിക്കുന്നില്ല എന്ന് മറ്റൊരായത്ത്. മുൻകർ കൽപ്പിക്കുകയും മാറൂഫ് വിലക്കുകയും ചെയ്യുന്ന മുനാഫിക്കുകളാണെന്ന് മറ്റൊരായത്ത്. ഷൈത്താനാണ് ഫഹ്ശാവും മുൻകറും കൽപ്പിക്കുന്നത് എന്ന് ഈ ആയത്ത്. ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പരിശോധിച്ച് നോക്കാം, നമ്മുടെ നമസ്കാരം കൊണ്ട് ഈ പറയുന്ന തൻഹ അനിൽ ഫഹ്ശായി വൽ മുൻകർ ഉണ്ടോ? അപ്പോൾ നമ്മുടെ പാരഡൈം ഷിഫ്റ്റ് ചെയ്യണം. നമസ്കാരത്തിന് ഒരു നിർവഹണ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ വേറെയാണ്, കർമ്മശാസ്ത്രം വേറെയാണ്, നിർവഹണ ശാസ്ത്രം വേറെയാണ്. ആ നിർവഹണ ശാസ്ത്രത്തെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുകയും അതിലേക്ക് പോകുകയും ചെയ്യണം. അതിൽ സൂചന മാത്രമാണ്, ഡീറ്റെയിലിംഗ് നൽകുന്നില്ല. സക്കാത്ത് നമുക്കറിയാവുന്നതാണ്, വിശദീകരിക്കുന്നില്ല. നോമ്പിലും ഈ തഖ്വ കടന്നു വരുന്നു. തഖ്വയുടെ കാര്യം വീണ്ടും ആവർത്തിക്കുന്നില്ല. നോമ്പ് കാലങ്ങളിൽ ഇന്ത്യൻ ട്രാഫിക് നിയമങ്ങൾ ഏറ്റവും പറ്റിയ ഉദാഹരണമാണ്. നമ്മൾ ചിന്തിച്ചാൽ മതി. ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് ഈ നോമ്പ് നിർവഹിക്കുമ്പോൾ മല്ലം യദ കൗല സൂരി വൽ അമൽ ബിഹി ഫലൈസലില്ലാഹി ഹാജത്തും ഫി അൻ യദ താമഹു വഷറാബഹു എന്നൊക്കെ പറഞ്ഞ ആ ഹദീസ് നമ്മുടെ മനസ്സിലേക്ക് വരണം. സ്വബറിൻ്റെ മാസമാണ് ഏത്? റമദാൻ. നോമ്പ് നിർവഹിക്കുന്ന മാസം സ്വബറിൻ്റെ. എന്താണ് സ്വബർ? സ്വബറിന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നിർജീവത, ജീർണത എന്നൊക്കെയുള്ള അർത്ഥമാണ് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയിരിക്കുന്നത്. ഇവിടെ അടിച്ചാൽ ഇപ്പുറം കൂടി കാണിച്ചു കൊടുക്കുക എന്നൊക്കെയുള്ള അർത്ഥം. ക്ഷമ, സഹനം എന്നൊക്കെ അതിനർത്ഥം ഉണ്ട് എങ്കിലും അതിൻ്റെ വിപുലമായ അർത്ഥങ്ങളിലേക്ക് നമുക്ക് കിടക്കാൻ കഴിയണം. സ്ഥൈര്യം, സഹിഷ്ണുത, സംയമനം, സമചിത്തത, ഉറച്ച നിലപാട്, പിടിച്ചു നിൽക്കൽ, സഹിച്ചു നിൽക്കൽ, നിശ്ചയദാർഢ്യം, സ്ഥിരചിത്തത, ആത്മനിയന്ത്രണം, ദൃഢചിത്തത എന്നീ മലയാള ഭാഷകളിലുള്ള ഒരുപാട് പദങ്ങൾ കൊടുക്കാവുന്ന ഒരു പദമാണ് സ്വബർ, ഇസ്തിബാർ, മുസാബറ ഒക്കെ. ഇതിൻ്റെ വിപരീതമായി ഖുർആനിക കോണ്ടെക്സ്റ്റിൽ ടെർമിനോളജിയിലുള്ള വിപരീത പദങ്ങൾ നമ്മളെടുത്ത് പരിശോധിക്കുമ്പോഴാണ് ഈ ആശയങ്ങൾ നമുക്ക് കിട്ടുള്ളൂ. അത് താഴെ കൊടുത്തിട്ടുണ്ട്. ഇസ്തിഗ്ഫാഫ് എന്നത്, ഇസ്തിഗ്താബ് എന്ന്, ഖത്ർ എന്നത്, ജസ എന്ന്, ഹല എന്ന്. നമ്മുടെ മനസ്സിൽ ജസ മാത്രമായിരിക്കും വിപരീതമായിട്ട് കാണുന്നത്. പക്ഷേ ഇതൊക്കെയും ഇതിൻ്റെ വിപരീത ഭാഗമാണ്. ഈ ആയത്തുകളൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ സ്വബറിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാവുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഈ സ്വബർ എന്താണെന്ന് ഖുർആൻ വരച്ച് കാണിക്കുന്നുണ്ട്. 31 ആ ആയത്ത് തന്നെ ബാലൻസ്ഡാണ്. ഇത് വേറെ എവിടെ ഇല്ലാത്ത ഞാൻ കണ്ടെത്തിയ ഒരു കണ്ടെത്തലാണ്, ഈ എളിയവൻ്റെ ഒരു കണ്ടെത്തലാണ്. 31 ബാലൻസ്ഡാണ്. സൂറത്ത് നമ്പർ, ആയത്ത് നമ്പർ ബാലൻസ്ഡാണ്. അലം തറ അന്നൽ ഫുൽക തജ്രി ഫിൽ ബഹരി ബിനിഅമത്തില്ലാഹി.
കടലിൽ കപ്പൽ സഞ്ചരിക്കുന്നതിനെ കുറിച്ച്. എന്നിട്ട് പറയുന്നാൽ അതിൻ്റെ ഒടുവിൽ പറഞ്ഞ ഇന്ന ഫീദാലിക്കൽ ആയാത്തിൻ ലിക്കുല്ലി സൊബ്ബാരിൻ സൊബർ, അവർക്കെന്തുണ്ട്? ആയത്തുണ്ട്. എന്നിട്ട് ഇത് അടുത്ത ആയത്തിലേക്ക് വരുമ്പോൾ നോക്കൂ, ഇല്ലാ കുല്ലു ഖത്താരിൻ. ഖത്താർ നേരത്തെ ഞാൻ പറഞ്ഞു, ഖത്തർ എന്ന് പറഞ്ഞാൽ സൊബറിൻ്റെ മറുഭാഗം. ഇത് നിങ്ങൾ പഠിച്ചു നോക്കും, നോട്ട് ചെയ്തിട്ട് പഠിച്ചു നോക്കും. അപ്പോൾ എന്താണ് സൊബർ എന്ന് പറഞ്ഞാൽ? നിങ്ങൾ ഈ ചിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാബൂറത്തുൽ ഫുൽക്ക് അല്ലെ സാബൂറത്തുൽ മർക്കബ്, സാബൂറത്തുൽ സഫീന എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ അതിൻ്റെ അർത്ഥം ബലാസ്റ്റ് ഓഫ് എ വെസൽ അല്ലെ ഷിപ്പ്. കപ്പൽ ആടി ഉലയാതിരിക്കാൻ വെക്കുന്ന അടിച്ചരക്ക്, അടിഭാരത്തെയാണ് സാബൂറ എന്ന് പറയുന്നത്. കൊച്ചിയിൽ വരുമ്പോൾ കപ്പലുകൾ, ടാങ്കർ ഷിപ്പുകൾ കൊച്ചിയിൽ വരും. ടാങ്കർ ഷിപ്പുകൾ വന്ന് ടാങ്കിൽ നിന്ന് എണ്ണ ഒഴിവാക്കി കഴിഞ്ഞാൽ ആ കായലിൽ നിന്ന്, കൊച്ചി കായലിൽ നിന്ന് വെള്ളം അടിച്ച് അതിൻ്റെ താഴെ നിറക്കും. അടിയിൽ ടാങ്ക് ഉണ്ടാവും. ആ ടാങ്കിൽ നിറച്ചില്ലെങ്കിൽ കപ്പൽ പുറത്തേക്ക് പോകുമ്പോൾ പൊങ്ങി നിന്നിട്ട് ആടിയൊലയും. ഈ ആടിയൊലയാതിരിക്കാൻ വേണ്ടി നിറക്കുന്ന അടിച്ചരക്കിന് പറയുന്ന പേരാണ് സാബൂറാണ്. ഈ സാബൂറത്ത് ഇതേപോലെയാണ് സൊബർ എന്ന് പറഞ്ഞത്. ഈ സൂറത്ത് അത് തന്നെ പറയാൻ തന്നെ ഒരുപാട് സമയം എടുക്കും, അതുകൊണ്ട് അതിലേക്ക് കിടക്കുന്നില്ല. തവാസോ ബിൽ ഹക്ക്, ഹക്ക് എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണ സത്യം എന്നാണ് അതിൻ്റെ അർത്ഥം. സമ്പൂർണ്ണ സത്യം പരസ്പരം ഉപദേശിക്കുകയും അതേപോലെ തന്നെ അതിൽ അടിയുറച്ച് നിൽക്കുവാൻ വേണ്ടിയിട്ട്, ഈ കപ്പൽ ഉലയാത്ത പോലെ അടിയുറച്ച് നിൽക്കാനും വേണ്ടിയിട്ട് ശ്രമിക്കണം, പരസ്പരം ശ്രമിക്കണം എന്ന ആശയം നമുക്കിവിടുന്ന് വായിച്ചെടുക്കാൻ കഴിയണം. ഇത് ഒരുപാട് പറയാണ്ട് അതിലേക്ക് കിടക്കുന്നില്ല. നോമ്പ് കഴിഞ്ഞു, ഹജ്ജ്. അപ്പോൾ ഈ ഒരു കാഴ്ചപ്പാട് വരുന്ന റമദാനിൽ നമുക്ക് ഉണ്ടാവണം. സമ്പൂർണ്ണ സത്യത്തെ പുൽകാനും അതിൽ ഉറച്ചു നിൽക്കാനും കഴിയണം. ഹജ്ജിനെ സംബന്ധിച്ച് പറയുന്നിടത്തും ഇതേപോലെ ഇന്ന ഖൈറസാദി തഖ്വ, കണ്ടോ തഖ്വ കടന്നു വരുന്നു. തഖ്വ എന്നുള്ള പരാമർശം സക്കാത്തിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, മറ്റ് ഇതിലൊക്കെ ഈ തഖ്വ വരുന്നു. വത്തഖൂനി എന്ന് പറയുന്നു. മൂന്നാമത്തെ ഇത് സുന്ദരനാമങ്ങൾ, അള്ളാഹുവിൻ്റെ സുന്ദരനാമം അസ്മാഉൽ ഹുസ്നകൾ എങ്ങനെ പെരുമാറ്റത്തെ മാറ്റുന്നു എന്നാണ്. ഇതിൽ രണ്ടാമത്തെ ഭാഗത്ത് വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദൂബിഹ എന്ന ആയത്തും മൻ അഹ്സാഹ ദഖലൽ ജന്ന എന്ന ഹദീസും. അസ്മാഉൽ ഹുസ്നകളുണ്ട്, 99 ഉണ്ട്. അത് അഹ്സാഹ, അത് കൃത്യമായിട്ട് അതിൻ്റെ കണക്കെടുപ്പ് നടത്തിയാൽ അല്ലെങ്കിൽ കൃത്യമായി നിജപ്പെടുത്തിയാൽ സ്വർഗത്തിൽ പ്രവേശിക്കും. അതുകൊണ്ട് അസ്മാഉൽ ഹുസ്നയുടെ ബുക്ക് വാങ്ങാം. രാവിലെ മുതൽ വൈകുന്നേരം അസ്മാഉൽ ഹുസ്ന ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മാത്രം സ്വർഗം പ്രവേശിക്കുമെന്ന് ചിന്തിക്കുന്നവരുണ്ട്, അർത്ഥം പോലും അറിയാതെ. എന്നാൽ എങ്ങനെയാണ് മാറ്റുന്നത്? ഏതാനും സാമ്പിളുകൾ പറയാം. അള്ളാഹു അർ റഹ്മാൻ ആണ് എന്ന കാര്യം, അള്ളാഹുവിൻ്റെ അള്ളാഹുവും അള്ളാഹു അർ റഹ്മാനും ആണ് ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഇസ്മുകൾ. അതിനെ സംബന്ധിച്ച് പറയുന്ന ആയത്തുകളാണ് ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്. റഹീം, അപ്പോൾ റഹ്മാൻ റഹീം എന്നതിൽ കാരണം ഈ റഹീം വത്വാസോ ബിസ് സബർ എന്ന് പറയുന്നതോടൊപ്പം തന്നെ വത്വാസോ ബിൽ മർഹമ എന്ന് പറയുന്നുണ്ട്. ഈ ഉറച്ച നിലപാടുകൾ നമ്മൾ സ്വീകരിക്കുമ്പോഴും കാരുണ്യത്തിൻ്റെ ഒരു ഭാഗമുണ്ട്, അതും പരസ്പരം പറയണം എന്നത്. ഇതെങ്ങനെയാണ് നമ്മുടെ സ്വഭാവത്തെ മെച്ചപ്പെടുത്തുന്നത്? അഖിലവും കരുണാമയമാണെന്ന് ഖുർആനിലൂടെ പറയുന്നു. അള്ളാഹു റഹീമാണ്, ഖുർആൻ റഹ്മത്താണ്, റസൂൽ റഹീമുമാണ്, റഹ്മത്തുമാണ്, സഹാബത്ത് റുഹമാ ഉബൈനഹും ആണ് എന്ന് പറഞ്ഞിട്ടാണ് വതവാസോ ബിൽ മർഹമ, നമ്മളോടും ഇതേപോലെ സകലം കരുണാമയമായതുകൊണ്ട് നമ്മളും എന്ത് ചെയ്യണം? കരുണയുള്ളവരാണ് എന്നുള്ള നിലക്ക് ഈ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞ പദപ്രയോഗങ്ങൾ നമ്മൾ വർക്ക് ചെയ്യണം. സമീയ, അള്ളാഹു കേൾക്കുന്നവനാണെങ്കിൽ നമ്മളെ പറച്ചിലുകൾ കൺട്രോൾഡാവും. നമ്മൾ പറച്ചിലാണ് അള്ളാഹു കേൾക്കുന്നത്. അപ്പോൾ പറച്ചിൽ അള്ളാഹു കേൾക്കുന്ന രൂപത്തിലാകണം എന്ന് പറയുമ്പോൾ അത് ആ പെരുമാറ്റം മാറും. ബസീർ, കാണുന്നവനാണെന്ന് പറയുമ്പോൾ യമലു ഫസയർ അള്ളാഹു അമലക്കും, അള്ളാഹു നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കാണുമെന്ന് പറയുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾ കൺട്രോൾഡ് ആവും. ഖബീർ എന്നതും ഇതേപോലെ തന്നെ നിങ്ങൾ ചിന്തിക്കുക. അലീം ഒക്കെയും ഈ നിലക്ക് വായിച്ചു നോക്കുക. അള്ളാഹു ഇന്ന വിശേഷത്തിലാണ് എങ്കിൽ അതിൻ്റെ മറുഭാഗത്ത് ഞാൻ എൻ്റെ ബിഹേവിയറിൽ എങ്ങനെ ചേഞ്ച് ചെയ്യണം എന്നുള്ള ചിന്ത വരുമ്പോഴാണ് നമ്മൾ മാറുന്നതും സ്വർഗപ്രവേശനം സാധ്യമാകുന്നതും. ഈ ആയത്തുകൾ മുഹീത്ത്, ബസീർ, ഖബീർ,
അലീം എന്ന് പറയുന്നതൊക്കെ ബിമാ താമലൂന, കണ്ടോ, നിങ്ങളുടെ പെരുമാറ്റം എങ്ങനെയാണെന്നുള്ള മേഖലയിൽ അള്ളാഹു മുഹീത്താണ്, ബസീറാണ്, ഖബീറാണ്, അലീമാണ്, ഷഹീദാണ് എന്ന് പറയുന്നു. വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ താമലൂൻ, നിങ്ങളെ പെരുമാറ്റത്തെക്കുറിച്ച് അള്ളാഹു അശ്രദ്ധനല്ല, പെരുമാറ്റം സകലതും മാറണം എന്ന ആശയം. 4, ഖുർആനിക അധ്യാപനങ്ങൾ ഉണ്ട്. ഒരു മികച്ച ഉദാഹരണമാണ് സൂറത്തുൽ ഹുജറാത്ത്. നിങ്ങൾ പഠിക്കണം, അതിൽ ഡീറ്റെയിലേക്ക് ഞാൻ പോകുന്നില്ല. വിവരങ്ങൾ പരിശോധിക്കുക എന്നുള്ളതും അനുരഞ്ജനം, വ്യക്തിത്വത്തെ മാനിക്കൽ, മനോഭാവം മെച്ചപ്പെടുത്തൽ എന്നീ മേഖലകളിലുള്ള കാര്യങ്ങൾ വളരെ വിദഗ്ധമായിട്ട് ഈ സൂറത്ത് പരാമർശിക്കുന്നത്. വ്യക്തിത്വത്തെ മാനിക്കലിൽ പരിഹാസം, കുത്തുവാക്ക്, പരിഹാസപ്പേരുകളൊക്കെ പാടില്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട്. മനോഭാവം മെച്ചപ്പെടുത്തുന്ന മേഖലയിൽ അനാവശ്യ സംശയം, ലന്ന് പോലുള്ള കാര്യങ്ങൾ, നല്ല ചിന്ത വേണം, ജാസൂസ് പണി, ചാരപ്പണി പാടില്ല, പരദൂഷണം, ഗീബത്ത് പാടില്ല എന്നുള്ള പരാമർശങ്ങളൊക്കെയും പെരുമാറ്റശാസ്ത്രത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട മനോഭാവത്തെ നിയന്ത്രിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഖുർആനിക അധ്യാപനങ്ങൾ, ഖുർആനിക സൂറത്തുകളൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കി ഈ പെരുമാറ്റത്തെ എങ്ങനെ മാറ്റാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു പെരുമാറ്റ ചട്ടങ്ങളാണ് ഖുർആനിലൂടെ നമ്മുടെ മുമ്പാകെ വരച്ച് കാണിക്കുന്നതിൻ്റെ സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. 5, നബിയുടെ ഹദീസുകൾ. നബിയെ സംബന്ധിച്ച് കാന ഖുലുഖുഹു അൽ ഖുർആൻ എന്ന പരാമർശം, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ ഇന്നക ലഅലാ ഖുലുഖിൻ അദീം ബുഇസ്തു ലി ഉത്തമ്മിമ സാലിഹിൽ അഖ്ലാഖ് ഇന്നമാ ബുഇസ്തു ലി ഉത്തമ്മിമ മകാരിമിൽ അഖ്ലാഖ് എന്നൊക്കെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരച്ച് കാണിച്ച ഹദീസിൻ്റെ മേഖലയിലുള്ള ഉത്തമ പെരുമാറ്റങ്ങളിലേക്കുള്ള സൂചനകളാണ്. 5, പൈശാചികത. സമയം തീർന്നോ? തീരുമ്പോൾ ഒന്ന് സൂചിപ്പിക്കണേ. 2-3 കാര്യങ്ങൾ കൂടിയുള്ളത്. പൈശാചികത പഠിക്കുന്നത്. പൈശാചികത വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇബ്ലീസിൻ്റെ മനോഭാവം എന്താണ്? ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ എന്ന് ആദ്യമായിട്ട് ഖുർആൻ പറയുന്ന ചരിത്രത്തിൽ ആദ്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് ഇബ്ലീസാണ്. നീ സുജൂദ് ചെയ്യാത്തതിൻ്റെ കാരണം എന്താണ്, നിന്നെ തടഞ്ഞ എന്താണെന്ന് ചോദിച്ചപ്പോൾ അന ഖൈറും മിൻഹു, ഐ ആം ഓക്കെ, ഹീസ് നോട്ട് ഓക്കെ. ആദം നബി ഓക്കെ അല്ല. കാരണം എന്താണ്? ഖലക്തനി മിൻ നാരിൻ ഖലക്തഹു മിൻ തീൻ എന്ന് പറഞ്ഞ ഒരു കാഴ്ചപ്പാട് ആദ്യമായിട്ട് അവതരിപ്പിച്ച. മറ്റൊരായത്തിൽ ഇബ്ലീസ് ഇസ്തിക്ബാർ, ഈ മനോഭാവം ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ എന്ന് പറയുന്ന മനോഭാവം ഉണ്ടാകുന്ന, ആറ്റിറ്റ്യൂഡ് ഉണ്ടാകുന്നത് അഹങ്കാരത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് ആരുടെയെങ്കിലും ഹൃദയത്തിൽ അണുമണിത്തൂക്കം കിബിറുണ്ടായാൽ സ്വർഗപ്രവേശനം 1 എന്ന പരാമർശം വരുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഈ ഇബ്ലീസിൻ്റെ മനോഭാവം, ഫിർഔൻ്റെ, മനുഷ്യപിശാചായ ഫിർഔൻ്റെ മനോഭാവം ഈ മേഖലയൊക്കെയാണ് അവിടെ വരുന്നത്. 6, 3 തരം ബന്ധങ്ങൾ. നമുക്ക് നമ്മളോടുള്ള ബന്ധം, നമുക്ക് അള്ളാഹുവിനോടുള്ള ബന്ധം, നമുക്ക് മറ്റുള്ളവർ, അള്ളാഹുവും ഞാനും കഴിഞ്ഞ പിന്നെ റസൂലടക്കമുള്ള ആളുകളോട് എങ്ങനെ പെരുമാറണം എന്നുള്ള ഒരു കാര്യമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് എന്നൊരു മേഖലയാണ്. ഈ 3 അല്ലാത്ത 4-മത്തെ ഒന്ന് ഇല്ല. അദ്ദീനു അന്നസീഹ പോലുള്ള ഇത്. പ്രതിഫലം, സ്വർഗനരകങ്ങളുടെ റിവാർഡും പണിഷ്മെൻറ്റിലൂടെയും സ്വഭാവത്തെ മെച്ചപ്പെടുത്തുന്ന. 6, വിനയം. ഞാൻ ഇസ്തിഗ്ബാർ പറഞ്ഞു, അതിൻ്റെ മറുഭാഗം ഖുഷു എന്ന് പറയുന്ന, നമസ്കാരത്തിൽ പറഞ്ഞ ഖുഷു എന്ന മേഖല വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഖുഷുവിനും നമ്മൾ പരിഭാഷ കൊടുത്തിരിക്കുന്നത് ഭയഭക്തി എന്നാണ്. ഖുഷുവിന് അങ്ങനെ ഒരു അർത്ഥം ഭാഷയിലില്ല. ഹഷ്യത്താണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് ആരോ പരിഭാഷപ്പെടുത്തിയാൽ പണ്ട് പലരും ഏറ്റുപിടിച്ചാണ്. ഖുഷുവിന് താഴ്മ, വിനയം എന്നാണ് അർത്ഥം. നമസ്കാരത്തിലൂടെ കിട്ടേണ്ട ഒരു സ്വഭാവം എന്താണ്? ഖുഷുവാണ്. പക്ഷെ ഇന്ന് നമസ്കാരത്തിൽ നിൽക്കുമ്പോൾ തന്നെ ധിക്കാരമാണ്. അടുത്തുള്ളവരുടെ ചെറുവിരലിൽ ചവിട്ടുന്ന ഇസ്തിഗ്ബാറാണ് നമ്മുടെ ഇതിൽ കാണാൻ കഴിയുന്നത്. അവിടുന്ന് തന്നെ അഹങ്കാരമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ, ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ എന്നുള്ള ഇബ്ലീസിൻ്റെയും ഫിർഔൻ്റെയും മനോഭാവമാണ് നമസ്കാരത്തിൽ പോലും കാണിക്കുന്നത്. ഇബാദുർ റഹ്മാൻ, അത് വലിയ വിഷയമാണ്. മാതാപിതാക്കളുടെ പങ്ക്, ഇത് ഞാൻ ആദ്യം സൂചിപ്പിച്ചു, നിർത്തുകയാണ്. ഇത് ഏതാനും ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞ ഒരു വിശാലമായ വിഷയമാണ്. ഇൻഷാ അല്ലാഹ്
ഒരു ബൃഹത്തായ വിഷയം വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഉത്ബുദ്ധ സദസ്സിൽ പോയിന്റുകളായിട്ട് മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ ഓരോന്നും പഠിച്ച് പറഞ്ഞ് വികസിപ്പിച്ച് ട്രെയിനിങ്ങുകളും വർക്ക്ഷോപ്പുകളും ആക്കാൻ മാത്രമുള്ള അത്രയും ബഹുലമായ വിഷയമാണ്. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. സമയം 5 മിനിറ്റ് അധികരിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു. എന്നാലും ഇത്രയും ആശയങ്ങൾ ഇത്ര സമയത്തുള്ളിൽ പറയാൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ്. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. വാഹിർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.